ടു സോളോ ട്രിപ്പ്. ഹലോ, അപ്പോൾ ഞങ്ങളുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇതേ ഇവിടെ തുടങ്ങി. ഞങ്ങളിപ്പോൾ ഓക്ലൻഡ് സിറ്റിയിലെത്തി. ഏർലി മോർണിംഗ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് സ്കൈ ടവർ. ഇവിടെ വെച്ചിട്ടാണ് ന്യൂസിലൻഡിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഓക്ലൻഡ് സിറ്റിയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ജേർണി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് ബ്ലൂ സ്പ്രിംഗ്. പേര് പറയുന്ന പോലെ തന്നെ നീല നിറത്തിലുള്ള അരുവി. ഈ ബ്ലൂ സ്പ്രിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടില്ലേ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയാം. നീല നിറത്തിൽ നല്ല ഒരുപാട് ജലസസ്യങ്ങൾ അകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അവിടുത്തെ അന്നത്തെ ഫസ്റ്റ് വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളൊരു വഴിയോരം പിടിച്ചങ്ങ് നടന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ട് പോയതാണ്. ആ സൗണ്ട് കേട്ട് അവിടെ എത്തിയെന്നേ ഉള്ളൂ. പക്ഷേ വെള്ളച്ചാട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല. തിരികെ നടന്നിട്ട് ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താലോ എന്ന് കരുതി ഫോട്ടോ പിടിക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. പക്ഷേ ഫോട്ടോ എടുക്കുന്നതിനേക്കാളുപരി കണ്ണുകൾ കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നതിലായിരുന്നു ഞങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലൂ സ്പ്രിങ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 മുതൽ 100 വർഷം വരെ ഭൂമിക്കടിയിലൂടെയുള്ള പ്രത്യേക പാറകൾ വഴി നാച്ചുറൽ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. അപ്പോൾ ന്യൂസിലൻഡിലെ ഒരു 70% കുപ്പിവെള്ളം, ബോട്ടിൽ വാട്ടറും എടുക്കുന്നത് ഈ ഒരു അരുവിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആണ്. ഇത് രാവിലെ ഒരു 8:30 മണിക്കുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. സൂര്യപ്രകാശം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ നീലനിറം കൂടുതൽ വ്യക്തമായി കാണാമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ബ്ലൂ സ്പ്രിങ്ങിൻ്റെ ഒരു ഭംഗിയും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ എന്താ പറയേണ്ടത്, നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടറാണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഭയങ്കര ഒപ്പാസിറ്റി, നല്ല ക്ലിസ്റ്റർ ക്ലിയർ, നല്ല കണ്ണുനീർ തുള്ളി പോലത്തെ വാട്ടർ. അതിനടുത്ത് നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇരുന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ പോരാന്നൊക്കെ കരുതി. അപ്പോൾ പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇറങ്ങാനോ നീന്താനോ ഒന്നും പാടില്ല. കാരണം അത്രയും പ്യുവറായിട്ടുള്ളൊരു വാട്ടറാണ്. സോ അത് മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കർശന നിർദ്ദേശം അവർ വെച്ചിട്ടുണ്ട്. അരുവിയിൽ ഇറങ്ങാൻ പാടില്ല, കുളിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. ഒരുപാട് ആഴമൊന്നും ഇല്ല എന്ന് തോന്നുന്നു, പക്ഷേ അത് നല്ല ശുദ്ധജലമായതുകൊണ്ട് അതിൻ്റെ ശുദ്ധത നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനുശേഷം പാർത്തും 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ അതിനടുത്തിരുന്ന് കണ്ട ഈ ജലസസ്യങ്ങളെ കണ്ടു. ഇതൊരു ഭംഗിയാണെന്നറിയാമോ. നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഇവിടെ വന്ന് കാണണം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ച് തിരിച്ചൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനാണ് റോട്ടോർവ. താങ്ക് യു.